അപ്പോ എത്തിയിരിക്കുകയാണ്. തുടങ്ങിയോ? ഇതാണ് എന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ നമുക്ക് കുട്ടിക്കാലത്തെ ഓണം എങ്ങനെയായിരുന്നു, അപ്പൊ എന്തൊക്കെയാണ് കളിക്കുന്നതെന്നാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്റെ അച്ഛൻ്റെ അച്ഛനാണ്. അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ? എങ്ങനെയായിരുന്നു പണ്ടത്തെ ഓണമൊക്കെ? പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണം പോലെ അല്ല. അതെനിക്കറിയാം, സ്വാഭാവികം. പണ്ട് ഒരു വീട്ടില് ധാരാളം പേരുണ്ടാവും ഒരു കുടുംബത്തിൽ. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, പിന്നെ 5-6 മക്കള്, അവരുടെ മക്കൾ, അങ്ങനെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് അന്നത്തെ രീതി. ഇന്നത്തെ മാതിരി അണുകുടുംബമല്ല. അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ, ഒരമ്മ, ഒരു മോൻ, ഒരു മോൾ, അങ്ങനെയല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അന്നത്തെ ഓണം കുറച്ച് ദാരിദ്ര്യാവസ്ഥയൊക്കെയുള്ള കാലമാണ്. അന്നത്തെ കാലം ദാരിദ്ര്യമുണ്ട്. എങ്കിലും ആ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും ഒരു കുറച്ച് ദിവസം ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഓണം, തിരുവോണം, അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം. അപ്പോൾ അന്ന് 10 ദിവസം സ്കൂൾ അടയ്ക്കും കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് കുട്ടികളപ്പോൾ കൂടുതൽ നിങ്ങളൊക്കെ മൊബൈലിലുള്ള കളി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ, ടി വി. അന്ന് മൊബൈലില്ല. അന്ന് ഓണം ഒരു ഏകദേശം 1 മാസത്തിന് മുമ്പ് തന്നെ എല്ലാ വീടുകളിലും തുടങ്ങും, ആഘോഷങ്ങൾ തുടങ്ങും. ആൺകുട്ടികളാണെങ്കിൽ ചെറിയ പന്ത് കളി, പലതരത്തിലുള്ള പന്ത് കളിയുണ്ട്. കാൽപന്ത്, കാലിൽ തമ്മിൽ കാലിൽ കെട്ടുന്ന തലപ്പന്ത് കളിയുണ്ട്. തലപ്പന്ത് കളി വെച്ചാൽ ഇങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ തോലുമാടൻ കെട്ടും കൂടിയും. തോലുമാടൻ അതങ്ങനെ ഒരാളിനെ കംപ്ലീറ്റ് തോല് കൊണ്ട് പൊതിയും. തോലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഴയുടെ ഇല, അങ്ങനെയൊക്കെയുള്ള പച്ചില എല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ ദേഹം മൊത്തം കവർ ചെയ്ത് ഒരു തൊപ്പിയൊക്കെ വെച്ച് അപ്പോൾ ആളിൻ്റെ രൂപം ഒന്ന് മാറും. എന്നിട്ട് ഇയാൾ ഇങ്ങനെ നടക്കും. ഇതിൻ്റെ പുറകിൽ കുറേ കുട്ടികൾ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇത് രൂപം കണ്ട ചിലരൊക്കെ പേടിച്ചു. അപ്പോൾ ഇങ്ങനെ എല്ലാ വീടുകളും കയറി ഇറങ്ങി നടക്കും. ആളുകളുടെ പുരയിടത്തിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന ആ ഒരു കളിയാണ്. അതിനാണ് തോലുമാടൻ. ഞാൻ തോലുമാടൻ കെട്ടിയിട്ടില്ല, പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ വെള്ളം വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു കളിയാണ്. പിന്നെ മെയിനായിട്ട് ഊഞ്ഞാലില്ലാത്ത ഒരു വീടും ഇല്ലല്ലോ. എല്ലാ വീട്ടിലും ഊഞ്ഞാലുണ്ട്. പക്ഷെ ഇന്നത്തെ മാതിരി കയറല്ല അന്ന്. ഊഞ്ഞാൽ വള്ളിയുണ്ട്. ഊഞ്ഞാൽ വള്ളി എന്ന് പറഞ്ഞാൽ വലിയ കാടുകളിൽ പോയി കെട്ടിക്കൊണ്ടുപോയി. അത് നല്ല ബലമുള്ളതാണ്. അതിങ്ങനെ മാവിലോ കുഴിയിലോ ഒക്കെ കെട്ടിയിട്ട് അത് ഏകദേശം 1 മാസത്തിന് മുമ്പ് തന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ പൂക്കളിടും. അത് മെയിനാണ്. അത്തപ്പൂക്കൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അത്തത്തിൻ്റെ അന്ന് തുടങ്ങിയാൽ 10 ദിവസം ഓരോ ദിവസവും ഓരോ പൂ. ആദ്യത്തെ ദിവസം ഒരു പൂ, അതിങ്ങനെ ചാണകം മെഴുകി ഒരു കളം വരച്ച് അതിൻ്റെ നടുക്ക് ഗണപതിയെ സങ്കല്പിച്ചും കൊണ്ട് ഒരു ചാണകം ഇങ്ങനെ ഗണപതിയായിട്ട് വയ്ക്കും. എന്നിട്ട് ആദ്യത്തെ ദിവസം തുളസിപ്പൂ, പിന്നെ അടുത്ത ദിവസം തുമ്പപ്പൂ. ഇങ്ങനെ 10 ദിവസമാകുമ്പോൾ 10 പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കൾ കഴിയണം. ഓണത്തിൻ്റെ അന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ ഈ മെഴുകിയ അതായത് ചാണകം മെഴുകിയ അത്തപ്പൂക്കളത്തിൽ ഇല അടകൾ ഇങ്ങനെ നിരത്തി അത്തപ്പൂക്ക സൈഡിൽ ഇങ്ങനെ ഇല അടയും വഴവും കരിക്കും നെല്ലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് കുട്ടികളും മുതിർന്നവരും വന്നിട്ട് അമ്പ് ചെയ്തെടുക്കും. അമ്പ് ഉണ്ടാക്കണം നമ്മൾ. അപ്പോൾ ഒരു കമ്പ് ഇങ്ങനെ വളച്ച് അതിങ്ങനെ കെട്ടി ഒരു എന്താണ് അത് വില്ല്, പിന്നെ അമ്പൂടി ഉണ്ടാക്കി ഇതിനെ എയ്യും. ആരാണോ ഏതെടുക്കുന്നത് ആ ആളിന് ആ ഇരയൊക്കെ എടുക്കാം, അയാൾക്കെടുക്കാം. അപ്പോൾ അങ്ങനെ മത്സരിക്കും. ആദ്യത്തെ ഒരു അമ്പൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അത് 3-4-5 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അതിങ്ങനെ ചെന്ന് ഈ വില്ല് ഇങ്ങനെ കൂർപ്പിച്ചെടുക്കും കടിയിൽ കമ്പിൽ. അത് ഒരു അപ്പോൾ പെണ്ണുങ്ങൾ കുരവയിടും, വിളിക്കും. അപ്പോൾ ആ ഒരു ബഹളത്തിൽ എടുക്കും. അത് കഴിഞ്ഞ് കരിക്ക് എയിലെടുക്കും.
പിന്നെ കൊല ഇങ്ങനെ ഓരോ പടലായിട്ട് വെച്ചിരിക്കും അതിന് തീരും. അതൊക്കെ ഒരു വലിയ അന്നത്തെ ഒരു സംഭവങ്ങളാണ്. പക്ഷെ അന്ന് ഇപ്പോൾ ഒരിടത്തും കാണില്ല, അതിലൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി 10-12 ഐറ്റം ഒരു ദിവസം ഇടും. അന്നങ്ങനെയല്ല. ആ അന്ന് ജലന്തിപ്പൂക്കളൊക്കെ ഉണ്ട്, എല്ലാ പൂക്കളും ഉണ്ട്. പക്ഷെ കൂടുതലും നമ്മളെ തൊടിയിലൊക്കെ ഉള്ള തുമ്പപ്പൂ, പിന്നെ അതുപോലെ വലിയ അത്തപ്പൂ, ഒരുപാട് പൂക്കളെ കിട്ടുന്ന ഒരു വലിയ അത്തപ്പൂക്കൾ ഇടും. കുട്ടികളുടെ മെയിൻ ജോലി രാവിലെ പൂക്കൂടകളുമായിട്ട് എല്ലാ തൊടികളിലും പോയി എടുത്തുപോയി. അപ്പം അന്ന് ഇന്നത്തെ കുട്ടികളെ പോലെ ഇങ്ങനെ രാവിലെ കഴിച്ച് മൊബൈൽ എടുത്ത് ഇങ്ങനെ തോണ്ടിയില്ല. അന്ന് മൊബൈൽ ഇല്ലല്ലോ. പിന്നെ പാട്ടുകൾ, മൊബൈലില്ല, മൊബൈലത് കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനത്തെ സംഭവമില്ല. ടി വി ഇല്ല. അപ്പൂപ്പൻ്റെ കുട്ടിക്കാലത്ത് ടി വി ഇല്ല. വലിയ പൈസക്കാരുടെ വീട്ടിൽ മാത്രമേ നമുക്ക് കൊച്ചു റേഡിയോ ആണ്. അത് എല്ലാ വീട്ടിലില്ല, പൈസയുള്ള ആൾക്കാരുടെ വീട്ടിൽ മാത്രം. അതാണ് അന്നത്തെ ഏറ്റവും വലിയ ആർഭാടം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം ഓണക്കാലമാണ്. കാരണം 10 ദിവസം സ്കൂളിൽ കൊണ്ട 10 ദിവസം ഇങ്ങനെ അടിച്ചു പൊടിച്ച് എല്ലാ ആഘോഷങ്ങളും. ഇപ്പൊ 10 ദിവസവും ഇല്ല, ഒരു ദിവസം തന്നെ ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞു. പിന്നെ നേരെ ഇവിടെ പോകും, ഒന്നുകിൽ മൊബൈൽ എടുക്കും, അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും നോക്കില്ല. പക്ഷെ അവർക്ക് അങ്ങനെയില്ല, ഊഞ്ഞാലാടും, സദ്യയുടെ കറികളൊക്കെ എപ്പോഴും മണ്ണൊക്കെ ഏകദേശം ഒന്നുമില്ല. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയൽ, ഇങ്ങനെ പോകും. പായസം ആ സദ്യ വട്ടത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതെല്ലാവരും കൂടി ചേർന്നാണ് വയ്ക്കുന്നത്. ഒരാൾ തേങ്ങ തിരുവും, ഒരാൾ കറിക്കരിയും, ഒരാൾ പായസം വയ്ക്കും. ഇങ്ങനെ അന്ന് വിറവാണ്, ഗ്യാസില്ല. വിറവ് ഒടിച്ച് അടുപ്പിൽ വെച്ച് ഊതി ആണ് അന്ന് ചോറും കറികളൊക്കെ വെച്ചിരുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് ചട്ടിയിലൊക്കെ ചോറ് വീഡിയോ ചെറുതായിട്ട് കട്ടായി പോയി. അപ്പൊ പറ, ഇപ്പോഴത്തെ ജനറേഷനും പണ്ടത്തെ ജനറേഷനും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലേ? അപ്പം തീർച്ചയായിട്ടും പഴയ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ, വ്യത്യാസമുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്? അപ്പം ഇപ്പോഴത്തെ കാലം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 10 ദിവസവും അവർ കൂടുതൽ സമയവും മൊബൈൽ നോക്കാനും ടി വി കാണാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കളികൾക്ക് അവർക്ക് സമയം കിട്ടുന്നില്ല. സമയം കിട്ടാത്തതല്ല, അവരതിലോട്ട് പോകുന്നില്ല. ഇപ്പം പന്ത് വാങ്ങിക്കൊടുത്താലും അവരൊന്നിങ്ങനെ ഓടിച്ചിട്ട് അവിടെ ഇറങ്ങില്ല. ഊഞ്ഞാലുണ്ടെങ്കിൽ ഒരു ദിവസം ഊഞ്ഞാലാടിയിട്ട് അവർക്ക് പോകും. അവർക്ക് കൂടുതലും ഇപ്പോഴത്തെ താല്പര്യം എന്ന് പറയുന്നത് ഈ തലമുറയിലുള്ള കുട്ടികൾക്ക് ശരിക്കും ഓണം ആഘോഷിക്കുവാനുള്ള സമയമുണ്ടെങ്കിൽ പോലും അവരത് ചെയ്യുന്നില്ല. ആ ദിവസങ്ങളിൽ അവർ ഇങ്ങനെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നാളെയാണ് തിരുവോണ ദിവസം. അപ്പോൾ നാളെ നമുക്ക് അത്തപ്പൂവൊക്കെ ഇടണം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെ വിശേഷം. കാര്യമുള്ളത് അന്ന് കുട്ടികളെല്ലാം മുതിർന്നവർ പറയുന്നത് അനുസരിക്കും. അതെനിക്ക് കേൾക്കണ്ട, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഇന്നത്തെ തമ്മിൽ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. അമ്മൂമ്മ ഓടി പോകുന്നുണ്ട് എന്റെ വ്ളോഗിൽ വരാതെ. കണ്ടച്ച കണ്ടില്ല, ക്യാമറയിൽ കണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അന്ന് അതെനിക്ക് കേൾക്കണ്ട, വിട്ടാളെ അല്ല വിടാവില്ല. കാരണം ആ വ്യത്യാസം കൂടിയാണ് ഞാൻ പറയുന്നത്. പണ്ടൊരു അപ്പൂപ്പൻ ഒരു കുഞ്ഞു മോളെയോ മോനെയോ അടിച്ചു കഴിഞ്ഞാൽ കരയും പേടിയുണ്ട്. ഇന്നാണെങ്കിൽ ഇന്നത്തെ ഒരു അപ്പൂപ്പനോ അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വരട്ടി പൊയ്ക്കോളാൻ പറയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യത്യാസം, അത് ഒരു വ്യത്യാസം, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കഥകൾ അന്ന് അമ്മൂമ്മമാരും കൊച്ചുമക്കളും പറഞ്ഞു കൊടുക്കും. ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കഥകൾ കേട്ട് വളർന്ന കുട്ടികളാണ് പിന്നെ മുതിർന്നു വരുമ്പം വലിയ കഥാകാരന്മാരും കവികളും കൈമാറും. കാരണം അവർക്ക് കൂടുതലും അവരെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത ബുക്കിന്റെ പേര് കവളപ്പാറയിൽ കൺമണി. ആ ബുക്കിന്റെ ഒരു പിക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ബൈ ദാറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ധാരാളം കഥകളും കവിതകളും ഒക്കെ അന്നത്തെ
അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അത് കേട്ടാണ് അവർ വളർന്നു വരണത്. പിന്നീട് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കഥ പറയാനും അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അങ്ങനെ ഏതെങ്കിലും അപ്പൂപ്പൻ പറഞ്ഞു അമ്മൂമ്മയെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കഥ കേൾക്കാൻ അവർ ഇരിക്കാറുമില്ല. അവരെ ചോദിച്ചു അത് നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു ഗുണമാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ ഞാൻ ആ ബുക്കൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിന് വേറൊന്നും പറയാനില്ല. ഞാൻ അടുത്തൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീർന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പബ്ലിഷ് ചെയ്യും. നമുക്ക് പിന്നെ കണ്ടുകൂട്ടാം. എനിക്ക് ഓണത്തിനൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? നേരത്തെ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാൻ കൂടി ശ്രമിക്കുക വരും തലമുറ. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പൂപ്പൻ പബ്ലിഷ് ചെയ്ത ബുക്ക് വേണുനാഥ്. അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കണം. അപ്പൻ്റെ ഫോട്ടോ ഓക്കെ. അപ്പം നിങ്ങൾ മാക്സിമം മേടിക്കാൻ നോക്കണേ ഇതൊക്കെ. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ എൻ്റെ അപ്പൂപ്പനെ ഇൻ്റർവ്യൂ ചെയ്യണ ഒരു എപ്പിസോഡ് പോലെ ചെറുതായിട്ടിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കും ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അപ്പൂപ്പനും നല്ല റെഡി ആയിട്ട് വന്നിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, എനിക്കും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു, എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞപ്പം. ഓക്കെ, ഇപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ like, share and comment. Bye.